ഹായ്, ഗുഡ് ഈവനിങ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നമ്മുടെ ഷിഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പുതിയ ഫ്ലാറ്റിലാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഹാളിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ ഒരു ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ തുടക്കമാണ്. ഇത്രയും കാലം അവർക്ക് എല്ലാവരും ഉണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. മനസ്സിലായി, നമുക്ക് വിരലെണ്ണാവുന്ന ചില ആൾക്കാർ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവൂ എന്ന് മനസ്സിലായി. ഇനി എത്ര വലിയ ബന്ധമാണെന്നൊന്നും പറഞ്ഞാലും പോകേണ്ട സമയത്ത് ഓരോ ആൾക്കാർ നമ്മളെ ഉപേക്ഷിച്ച് പോകും. ഒന്നും പ്രശ്നമില്ല, ആരുടെ വശത്തും ഒരു തെറ്റില്ല. കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ സ്വരച്ചേർച്ച കുറേ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഒരു 3-4 മാസം ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലും ഭയങ്കര കാര്യങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പറയാനെന്ന് വെച്ചാൽ നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇനിയുള്ള കാലം എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ എൻ്റെ ഒപ്പം മോനുസുണ്ട് കേട്ടോ, അതെങ്ങും പോയിട്ടില്ല, അതിപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. മരിക്കും കാലം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസവും. പിന്നെ ഞാൻ ഇന്ന് വരെ ഒരു മീഡിയയിൽ മുമ്പ് വന്ന് എൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും പല പല കാര്യങ്ങൾ പലതും ചോദിക്കും. നേരിൽ കാണുമ്പോഴായാലും വീഡിയോയിലായാലും പലതും ചോദിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നമുക്ക് വേണ്ടി ആരും കാണില്ല, നമ്മൾ മാത്രമേ കാണൂ. അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ചില ആൾക്കാരുണ്ട് കേട്ടോ, കാരണം അതിലെടുത്തു പറയേണ്ട മോനൂസ്. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ ഒറ്റപ്പെടുത്തുകയോ എൻ്റെ അടുത്തുനിന്ന് പോവുകയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് എൻ്റെ മോനൂസ്. കാരണം അനിയനാണെങ്കിലും എനിക്ക് എൻ്റെ മകനെ പോലെ തന്നെയാണ്. ഞാൻ മരിക്കും കാലം വരെ അങ്ങനെ തന്നെയാണ്. അവൻ്റെ തണലും അവനോടൊപ്പം അവനില്ലാതെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലില്ല. കാരണം എൻ്റെ മോനൂസിനെ കാണാതെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാവാറില്ല. അന്നേരം വേറുള്ളതെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിർത്തിയവരെല്ലാം നമ്മളെ ഉപേക്ഷിച്ച് അവരവരുടെ ജീവിതം നോക്കിയും അവരുടെ സന്തോഷം നോക്കി അവർ പോയി. പക്ഷേ എൻ്റെ മോനൂസ് ഇന്നും എൻ്റെ ഒപ്പം തന്നെയാണ്. ഒരമ്മ എത്രത്തോളം ഒരു മകനെ നോക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ അവൻ എന്നെ നോക്കുന്നുണ്ട്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഒരമ്മയ്ക്ക് ഒരു മകന് ഇത്രയ്ക്കൊരമ്മയെ സ്നേഹിക്കാനും നോക്കാനും പറ്റുമെന്ന് ഞാൻ എൻ്റെ മോനൂസിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. അന്നേരം അവനും ഇപ്പോൾ ഹാപ്പിയാണ്, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, അവൻ സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം ഇപ്പം ഈ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. ഷോപ്പിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം ഇനിയുള്ള ജീവിതത്തിൻ്റെ തുടക്കവും ഇവിടെ നിന്നാണ്. നമ്മൾ ആരെയും പ്രതീക്ഷിക്കാതുള്ള ജീവിതമാണ് ഇനി. ഞാൻ ആരെയും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നീക്കവും പോക്കും എല്ലാം ഞാൻ തനിയാണെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാവണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ശുഭരാത്രി. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.